ഹലോ ഗുഡ് മോർണിംഗ്. ഇത് ഇന്നലെ രാവിലെ എടുത്ത വീഡിയോ ആണ്. വൈകിട്ട് അച്ഛനെ ഒന്ന് കാണാൻ പോകേണ്ടതായിരുന്നു. കാരണം അച്ഛന് ഇന്ന് ചെറുതായിട്ട് സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനും പോസ്റ്റ് ചെയ്യാനൊന്നും രാത്രി പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ പോസ്റ്റ് ചെയ്യാമെന്നുള്ളത്. വെള്ളിയാഴ്ച ദിവസം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണെന്നാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു അരമണിക്കൂർ മുമ്പേ നീച്ചേ. അത് കഴിഞ്ഞിട്ട് ആദ്യം വന്ന് നോക്കുന്നത് പട്ടിയും പൂച്ചയും സിറ്റ് ഔട്ടിൽ എത്രത്തോളം പണികൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ചളി മാത്രമേ ഉള്ളൂ, അവർ ചവിട്ടി കയറിയ ചളി മാത്രമേ ഉള്ളൂ. പക്ഷെ പണി മൊത്തം കിട്ടിയത് താത്താക്കാണ്. നെറ്റിയും പനിയനൊക്കെ കടിച്ച് കീറി ആകെ കുഴച്ച് മണ്ണിലിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതാ വേഗം സിറ്റ് ഔട്ടൊക്കെ അടിച്ചു വാരി തുടച്ചിട്ടാണ്. റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് ഈ ചളി ഇതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു വൃത്തികേടാണ്. ചവിട്ടിയൊന്നും ഞാനിപ്പോൾ പുറത്തിടാറില്ല. പിന്നെ കഴിവതും ഞാനിപ്പോൾ ഈ അരിച്ചാക്കാണ് പുറത്തിടുന്നത്. അതാകുമ്പോൾ അവരിനിപ്പോൾ കടിച്ച് കീറിയാലും ചവിട്ടി ചളിയാക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. മറ്റേ ചവിട്ടിയൊക്കെ നാശമായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മഴ കഴിയുന്നത് വരെ ഇങ്ങനെ ഇടാമെന്ന് തീരുമാനിച്ചത്. ഇനിയിപ്പോൾ മതിലിൻ്റെ പണി മുഴുവനും തീർന്നാലാണ് ഈ പട്ടിശല്യത്തിന് ഒരാക്കുണ്ടാവുള്ളൂ. ഒന്നും രണ്ടൊന്നല്ല, ഒരുപാട് പട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പട്ടികളൊന്നും ഞാനിവിടെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത് എന്നാണ് അറിയാത്തത്. ആകെ പേടി മക്കൾ സ്കൂളിൽ പോകുമ്പോൾ മാത്രമാണ്. അങ്ങനെ ആരെയും കടിക്കാനോ ഒന്നും ഓട്ടിക്കാനൊന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്തത് കൊണ്ട് ഒരാശ്വാസം. പിന്നെ ചവിട്ടി ചളിയാക്കിയാൽ നമുക്ക് തുടച്ചിട്ട് അത് കളയാലോ. ബാക്കിയൊക്കെ വരുമ്പോഴേ പേടിയുള്ളൂ കേട്ടോ. അങ്ങനെ അതാ വേഗം സിറ്റൗട്ടൊക്കെ തുടച്ചിട്ട് മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്നേ. അധികം ചമ്മലൊന്നും ഇല്ലെങ്കിലും മഴ പെയ്ത് കഴിഞ്ഞാൽ അടിച്ച് നീങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈർക്കിളി ചൂലൊക്കെ ഗ്യാപ്പിൽ തട്ടി പൊട്ടിപ്പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ വീട് അടിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചൂല് മുറ്റടിക്കാൻ വേണ്ടി ആക്കിയേ. എന്നിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചൂല് മേടിക്കുകയാണ് ചെയ്തത്. ഇതാവുമ്പോൾ ബ്രഷ് പോലെ ആയതുകൊണ്ട് ഗ്യാപ്പിൽ നിന്ന് അടിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. കാണുമ്പോൾ മുറ്റത്തൊന്നും ഇല്ലാത്ത പോലെ ഉണ്ടെങ്കിലും തെങ്ങിൻ്റെ പൂക്കൾ ഇഷ്ടം പോലെ വീണ് കിടക്കും. ഇപ്പം അടിച്ച വരയിൽ ഉച്ചയാകുമ്പോഴേക്കും പിന്നെയും വീണിട്ടുണ്ടാവും. അങ്ങനെ ഇതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടിച്ചൊരു വൃത്തിയാക്കാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇന്ന് ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്മാവാണ്. അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ, ഒറ്റ വിസിലടുപ്പിച്ചാൽ അതങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ അതാ വേഗം സ്റ്റെയറൊക്കെ അടിച്ചു വാരി താഴെ ഭാഗമൊക്കെ അത് അടിച്ചു വാരി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അച്ഛനും മക്കളൊക്കെ നീച്ചിട്ട് അവിടെ കളിയും ചിരിയൊക്കെയാണ്. ആദ്യം കളിച്ചിരിയാണെങ്കിൽ പിന്നെ അത് അവസാനിക്കുന്നത് കരച്ചിലായിരിക്കും. പിന്നെ ഞാൻ വലിയ രീതിയിൽ മെയിൻ്റ് ഒന്നും കൊടുക്കാറില്ല. ഞാൻ മെയിൻ്റ് കൊടുക്കുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം. അങ്ങനെ അത് അവിടെയൊക്കെ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞ് അച്ഛനും മക്കളൊക്കെ നീച്ചിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ റൂം മാത്രം ഞാനിപ്പോൾ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തനിക്കുട്ടി റൂമിൽ തന്നെയാണ് കിടക്കുന്നത്. അവൾക്ക് രാവിലെ നീച്ചു വരാൻ കുറച്ച് മടിയാണ്. മറ്റൊരു രണ്ടുപേരും മെല്ലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയാലും തനിക്കുട്ടീനൊന്ന് എടുത്തൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഇതാ വേഗം വന്നിട്ട് പിന്നെ ഡൈനിങ് റൂമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. ഇന്നലെ സാധാരണ ഞാൻ രാത്രിയിൽ അടിച്ചു വാരി ഇടാറുള്ളതാണ്. ഇന്നലെ ഞാനെന്തോ നല്ല തലവേദനയൊക്കെ ആയതുകൊണ്ട് രാത്രി അടിക്കാൻ വേണ്ടി നിന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ രാവിലെ അടിക്കുമ്പോൾ ഒന്നുകൂടി എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ അടിച്ച് തീരാൻ പറ്റും. അങ്ങനെ അതാ വേഗം അവിടെയൊക്കെ അടിച്ചു വാരിയിട്ട് നേരെ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിന്നേ. വേഗം അതൊക്കെ കഴുകി അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്. പിന്നെ ഇന്ന് ഏട്ടന് ചോറ് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോറും പെട്ടെന്ന് വെക്കണ്ട, എനിക്ക് കൊണ്ടുപോകാൻ പോകുമ്പോഴേക്കും ആയാലും മതി. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഇതാ വേഗം അവിടേക്ക് വൃത്തിയാക്കണേ. കുടിക്കാനുള്ള വെള്ളം ഇപ്പം ഞാൻ ചെമ്പിൽ മാത്രം തിളപ്പിച്ച് വെക്കാറുള്ളൂ. കാരണം തണുപ്പായതുകൊണ്ട് ചൂടുള്ള വെള്ളം വേണമല്ലോ. അപ്പോൾ കുടിക്കാനത് കെറ്റിലും വെക്കുക, അതേപോലെ ഫ്ലാസ്കിൽ വെച്ചാൽ തന്നെ മതിയല്ലോ എന്ന് വിചാരിച്ചേ. മറ്റേത് വലിയൊരു അണ്ടാവിലാണ് തിളപ്പിച്ച് വെക്കാറ്. അതന്നെ ചിലപ്പം തികയാതെയും വരാറുണ്ട്. ഇനിയിപ്പം മഴക്കാലമാകുമ്പോൾ വലിയ രീതിയിൽ ദാഹമൊന്നും ഉണ്ടാവത്തില്ല. ആവശ്യത്തിന് അപ്പം തിളപ്പിച്ച് കുടിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇനീഷേട്ടൻ്റെ അമ്മൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാന്താരിമുളക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അധികവും കറിയിലേക്ക് കാന്താരിമുളകാണ് കേട്ടോ ഇടുക. ഒന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇനീഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കാന്താരിമുളക് കൊണ്ടുവരും. കാരണം എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പേരിക്കായാലും അതിങ്ങനെ ഒരുപാട് കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചമുളകിനൊക്കെ. അപ്പോൾ ഞാൻ അധികം അതാണ് ഉപയോഗിക്കാറ്. അങ്ങനെ അതാ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ട് വേഗം അവിടെയും കൂടിയിട്ട് ഒന്ന് തുടച്ചിട്ട് ആ ഭാഗം കൂടി അടിച്ച് വരാമെന്ന് വിചാരിച്ചേ. അതിൻ്റെ ഇടയിൽ പിന്നെ കൺമണിക്കുട്ടി ഏട്ടനും പല്ലൊക്കെ തേച്ച് വന്നിട്ട് അവർ അകത്ത് പോയി ഇരിക്കുന്നുണ്ട്. തനിക്കുട്ടി ഇപ്പോഴും നീച്ചിട്ടില്ല. അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഇന്നലെ കഴുകി ഉണക്കാൻ വെച്ച പാത്രങ്ങൾ കൊടുത്തിട്ട് ഞാൻ നേരെ വന്നേ. പുറത്ത് പാത്രം കഴുകുന്നതുകൊണ്ട് പുറത്ത് സ്റ്റാൻഡിൽ തന്നെയാണ് പാത്രമൊക്കെ വെക്കാറ്. അത് കഴിഞ്ഞിട്ട് കെറ്റിലിൽ വെള്ളം വെച്ചിട്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ വേഗം ആക്കി വെച്ചേ. അത് കഴിഞ്ഞാൽ അരി അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളം ചൂടാകുമ്പോഴേക്കും പെട്ടെന്ന് കഴുകിയിടാമല്ലോ. അങ്ങനെ ഇന്നലത്തെ
മാമ്പഴപ്പുളിശ്ശേരി ഇതാ ചൂടാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കേബേജിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, അതും ചൂടാക്കി ഇറക്കി വെച്ചേ. പിന്നെ ഇതാ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. അതിൻ്റെ ഇടയിൽ ഇതാ പുറം ചൊറിയാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ കൺമണിക്കുട്ടി. ഞാൻ വീഡിയോ എടുക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് മടിയായിട്ട് അവിടെ നിന്ന് ഓടിപ്പോയേ. അങ്ങനെ ഇതാ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ന് ബുൾസൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 2 സൈഡും മറിച്ചിട്ടിട്ടാണ് ഞാൻ ബുൾസൈ ഉണ്ടാക്കാറ്. കാരണം അധികം പിന്നെ മഞ്ഞങ്ങ് ഇളകി അവർ സ്കൂൾ കൊണ്ടുപോകുമ്പോൾ ആകെ ഇളകി വൃത്തികേടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാകുമ്പോൾ ഉള്ളധികം വെന്ത് കിട്ടത്തുമില്ല, അതിങ്ങനെ പൊട്ടി പോവില്ല കേട്ടോ. അങ്ങനെ അതാ അവർക്ക് കൊണ്ടുപോകാനതൊക്കെ ആക്കി വെച്ചേ. അപ്പോൾ തനിക്കുട്ടി നീച്ചിട്ടില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഏട്ടൻ കളിയാക്കിയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ അതാ ചോറിനിലെ വെള്ളം ചൂടായപ്പോൾ അരിയും വേഗം ഇട്ടിട്ട് എനിക്കും കൊണ്ടുപോകാനുള്ള കറിയും വേഗം ഒഴിച്ചു വെച്ച് അതൊക്കെ പാത്രത്തിലാക്കിയപ്പോഴേക്കും ഏട്ടന് രാവിലെ ചൂടിലെ വെള്ളം വേണമെന്ന് പറഞ്ഞ് അതും കൊടുത്തിട്ട് നേരെ അരി തിളച്ചപ്പോൾ അതും ഇറക്കി വെച്ചേ. എന്നിട്ട് ഞാൻ തനിക്കുട്ടീനെ വിളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴേക്കും കൺമണിക്കുട്ടിയും കൂടി അവിടെ ഓടിപ്പോയി കിടന്നിട്ടുണ്ട്, അവളെയും കൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ അവളെ എടുത്തിട്ട് വന്നേ. നീച്ച് പല്ലൊക്കെ തേച്ച ആളാണ്, എന്നാലും ഒരു മടി. പിന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ അവളും കരയാൻ തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് തനിക്കുട്ടീനെ പല്ലേക്കാൻ പറഞ്ഞു വെച്ചിട്ട് നേരെ റൂമിൽ വന്നിട്ട് റൂമൊക്കെ വൃത്തിയാക്കുകയാണ്. ഇപ്പോൾ അധികം ബുക്കും കാര്യങ്ങളൊക്കെ ആ ബക്കറ്റിൽ വെക്കാൻ പറയുന്നതുകൊണ്ട് തന്നെ ഇവിടെ അധികം വൃത്തിയേടാക്കി ഇടാറില്ല. പിന്നെ ബെഡ്ഷീറ്റും കൈയോടെ മാറ്റി. 2 ദിവസമായിട്ട് ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം തുണികളൊക്കെ ഉണങ്ങിയോണ്ട് ഞാൻ ഇന്നലെ ഒരു സോഫ വിരി അലക്കിയിട്ട് ഇന്നിപ്പോൾ ഈ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ തലയണ കവറൊക്കെ കഴുകാമെന്ന് വിചാരിച്ചേ. നാളെ ഇനി വെയിലുണ്ടോ ഇല്ലേ എന്നറിയില്ല. ഇനിയിപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഉണങ്ങുമ്പോഴേക്കും അടുത്തത് അലക്കിയിടാം. എല്ലാം കൂടി ഒരുമിച്ച് അലക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ പിന്നെ വേറെ ഒരു തുണി ഇടാൻ പറ്റൂല. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് അലക്കാമെന്ന് വിചാരിച്ചേ. അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള പാത്രമൊക്കെ അടച്ച് വെച്ച് കൊടുത്തു. ചോറൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്, അതൊന്നും കൊണ്ടുപോകണ്ട. സത്യം പറഞ്ഞാൽ അതൊരു ഉപകാരമാണ്, മക്കൾക്ക് ചൂടോടെ ഭക്ഷണം കഴിക്കാമല്ലോ. അങ്ങനെ ഇതൊക്കെ ബാഗിലാക്കി വെക്കണേന്നാണ് അവരോട് പറയുന്നത്. തനിക്കുട്ടി അതിൻ്റെ ഇടയിൽ കരഞ്ഞിട്ടും കുളിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ മുതൽ കരച്ചിലും വീഴ്ചയിലൊക്കെയാണ്. അത് പിന്നെ എന്നും നടക്കുന്ന കലാപരിപാടി ആയതുകൊണ്ട് മെയിൻ്റെ ആക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചോറായിട്ട് വേണം എനിക്ക് കൊണ്ടുപോകാനാക്കാൻ. അങ്ങനെ ഞാൻ വിചാരിച്ച് വേഗം ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കിയിടാന്നുള്ളത്. അങ്ങനെ അത് അലക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. തനിക്കുട്ടി ഉണ്ടല്ലോ അവിടെ കുറുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു തോർത്ത് കൊടുത്തിട്ട് അത് അങ്ങോട്ട് ചവിട്ടുക ഇങ്ങോട്ട് ചവിട്ടുക വലിച്ചിടാതെ ദേഷ്യം പിടിച്ചിട്ടുണ്ട് നല്ലോണം. അങ്ങനെ ഞാൻ ആ ക്യാമറ തിരിച്ചു വെച്ചത് കൺമണിക്കുട്ടി കൊണ്ടുപോകാൻ അതൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് തിരിച്ചു വെച്ചിട്ട് ഞാൻ അലക്കാൻ വേണ്ടി പോയേ. അങ്ങനെ അവളതും ചേച്ചീൻ്റെയും ഒക്കെ അവൾ തന്നെ അങ്ങ് എടുത്ത് വെച്ചോളും. സാധാരണ ഇത് ഞാൻ ചെയ്ത് കൊടുക്കാറായിരുന്നു പതിവ്. ഇപ്പോൾ ഇവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഇതൊക്കെ എടുത്ത് വെക്കുന്നത് കൺമണിക്കുട്ടിയാണ്. തനിക്കുട്ടീൻ്റെയും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. ചില ദിവസം തനിക്കുട്ടീൻ്റെ മൂഡ് ശരിയല്ലെങ്കിൽ അത് എടുത്ത് വെച്ചതിനും കരയും. ഇന്ന് പിന്നെ അതിന് കരഞ്ഞിട്ടൊന്നുമില്ലേ, കാരണം കുളി കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉഷാറായി. കാരണം എൻ്റെ നിന്ന് ചീത്തയും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആളൊന്നും ഉഷാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺമണിക്കുട്ടി വേഗം കൊണ്ടുപോകാൻ അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ക്യാമറയൊക്കെ നോക്കുന്നുണ്ട്, വീഡിയോ ഓണാക്കി വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ അതൊക്കെ കൊണ്ടുപോകാനാക്കി. തനിക്കുട്ടി ശരിക്കും മൂടാതെ ഒരു ദിവസം കുപ്പി ബാഗിൽ വെച്ചിട്ട് ബുക്കൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കവറിലാക്കി കൊടുക്കും, അതാകുമ്പോൾ അടച്ചിട്ടില്ലെങ്കിലും ബുക്ക് നനയില്ലല്ലോ. കൺമണിക്കുട്ടി പിന്നെ കിറ്റിലാണ് കൊണ്ടുപോകുന്നത്. പോരാത്തതിന് അവിടെ ആൻറ്റിമാരും മിസ്സന്മാരും നോക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ എല്ലാം ആക്കിയിട്ട് അവളത് കൊണ്ടുപോയിട്ട് അകത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്കും ഏട്ടനും കൊണ്ടുപോകാനുള്ളത് മാത്രം ആക്കിയാൽ മതി. അത് പിന്നെ ചോറായതിനു ശേഷം ഞാൻ തന്നെ ആക്കും. അങ്ങനെ ചോറൊക്കെ ആയി. അതൊക്കെ ഊറ്റിക്കഴിഞ്ഞിട്ട് എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ വേഗം ബാഗിൽ വെക്കുകയാണേ. വെള്ളവും കാര്യങ്ങളൊക്കെ സാധാരണ ഉച്ചയ്ക്ക് വരാറുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വരുന്ന കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെയും ഞാൻ കൺമണീനെ കൂട്ടാൻ വേണ്ടി മേലോട്ട് തന്നെ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു അവളെ സ്കൂൾ വിടുന്ന സമയത്ത് വരികയാണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് വരാമല്ലോ. ഇങ്ങനെ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഉഴുന്നിട്ട്, ഏട്ടന് ഉഴുന്ന് ഇടുന്നത് നല്ല ഇഷ്ടമാണ് ഉപ്മാവിൽ, അതിങ്ങനെ കടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ട്, മുളക് പിന്നെ ഇട്ടിട്ടില്ല. കാരണം മുളക് ഇട്ട് കഴിഞ്ഞാൽ തനിക്കുട്ടി ഉറുമ്പ് പിടിച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രാവിലത്തെ ചായയോടി മുടങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മുളക് ഇടാൻ നിന്നില്ല. വേഗം ആ ഒരു വിസിലടുപ്പിക്കാൻ വേണ്ടി വെച്ചേ. അതിൻ്റെ ഇടയിൽ വീട് ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അത് വിസിലടിച്ചിട്ട് എയർ പോകാൻ വെക്കുന്ന നേരം തനിക്കുട്ടീനെ മാറ്റിക്കാൻ വേണ്ടി പോവുകയാണ്. തനിക്കുട്ടിയാണെങ്കിൽ യൂണിഫോം ഇട്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞതാണ്. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വഴുക്കി വീണ് യൂണിഫോമിൽ മൊത്തം ചളിയായി. ഇന്നലത്തെ യൂണിഫോം ആണെങ്കിൽ ഞാൻ അലക്കി ഇട്ടിക്കുകയാണ്. അതല്ലെങ്കിലും എന്തായാലും ഇടാനും പറ്റൂല. ഇപ്പോൾ കളർ ഇട്ടിട്ട് പറഞ്ഞേക്കാണ്. അങ്ങനെ ചേച്ചി കളർ ഇട്ടതിന് കൺമണിക്കുട്ടി പിന്നെ കരയാൻ തുടങ്ങി കളർ ഇടണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ വലിയ മെയിൻ്റൊന്നും കൊടുത്തില്ല. മെയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ചെറിയ ചെറിയ വാശികളൊന്നും നിന്ന് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അവളെ മുടിയിട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട്
വേഗം മുടി കെട്ടാൻ വേണ്ടി നിന്ന്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനെ അപ്പോഴേക്കും പോയിട്ടോ. അങ്ങനെ ഞാൻ മാറ്റിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 100 പ്രാവശ്യം ലൈറ്റ് ഓഫാക്കിയോ ഗ്യാസ് ഓഫാക്കിയോ അതുപോലെ വെള്ളം എന്തെങ്കിലും പൈപ്പ് എന്തെങ്കിലും തുറന്ന് വെച്ചിക്കണോ എന്നൊക്കെ നോക്കിയിട്ടേ പോവുള്ളൂ. കയ്യോടെ അവിടെ കുറച്ച് ഷട്ടറും കാര്യങ്ങളൊക്കെ മക്കളത് ഉണ്ടായിരുന്നു. ഇന്നലെ അമ്മേൻ്റെ അടുത്ത് പോകുമ്പോൾ ഇട്ടതാണേ. അപ്പോൾ അതൊക്കെ വേഗത അലമാറേൻ്റെ ഉള്ളിൽ പുതിയത് അലമാറേൻ്റെ ഉള്ളിലും പിന്നെ ഒക്കെ വേഗം എടുത്ത് വെച്ചിട്ട് ഞാൻ വേഗം താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും നമ്മളെ ഹുദക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ 9 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. 9:30 ആകുമ്പോൾ ബെല്ലടിക്കും. അരമണിക്കൂറും കൂടി ഞങ്ങൾക്ക് അവിടെ എത്തണം. അപ്പോൾ എല്ലാം നോക്കി എല്ലാം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. കൺമണിക്കുട്ടി പോകാൻ നേരത്താണ് ബുക്കൊക്കെ എടുത്ത് വെക്കുന്നത്. അവരെ കൊണ്ട് തന്നെ സ്വന്തം ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാട്ടോ നേരം വൈകുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ പോവുകയാണേ. ബാഗും കാര്യങ്ങളൊക്കെ ഹുദേൻ്റെ കാക്ക അവിടെ എത്തിക്കും. അതുകൊണ്ട് പിന്നെ ഇവർക്കത് ഏറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം എത്തുമ്പോൾ തനിക്കുട്ടീൻ്റെ ബാഗും കൂടിയിട്ട് അവൻ കൊണ്ടുപോയിട്ട് കടയിൽ വെക്കുക. നല്ല കോടയും മഞ്ഞൊക്കെ ഉണ്ട്. അങ്ങനെ കൺമണിക്കുട്ടീനെ ഞാനിപ്പോൾ ആദ്യം നിന്ന് അങ്ങ് പറഞ്ഞയച്ച് അവൾ ഒറ്റയ്ക്ക് നടന്ന് പോയിക്കോളും. പിന്നെ അതുവരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. തുടക്കത്തിൽ 1-2 ദിവസം പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് തനിക്കുട്ടീനെ കൊണ്ട് നേരെ പോയിട്ട് കടയിൽ നിന്ന് അവരെ ബാഗൊക്കെ മേടിച്ച് ആ കാണുന്ന കെട്ടിടത്തിലാട്ടോ തനിക്കുട്ടീൻ്റെ ക്ലാസ് ഉള്ളത്. ബാഗൊക്കെ മേടിച്ചിട്ട് തനിക്കുട്ടീനെയും പറഞ്ഞിട്ട് ഞാനത് ആ ബസ് കാത്തിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബായ്.